ജന ഇപ്പോഴേ വേർത്ത് തുടങ്ങി. എന്ത് റെസിപ്പി കൃത്യമായി വായിച്ച് നോക്കുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്, ഒന്നും തെറ്റരുത്. ചോക്ലേറ്റ് സോസ്, പിന്നെ അതിൻ്റെ ബട്ടർ ക്രീം ഫില്ലിംഗ് ആണ് ചെയ്യേണ്ടത്. വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല, അതിന് പകരമാണ് ഓറെന്ന് എഴുതിയിരിക്കുന്നതുണ്ടോ. ഇവിടെ ആരാണ്ട് വിപ്പിംഗ് ക്രീം ഉണ്ടോ എന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആരാണെന്ന് അറിയില്ല. ഞാൻ അല്ല. ബേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ. ആൻഡ് ദെൻ ഗുലാബ് ജാം പാകം ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ അത് എല്ലാവരും ഒരേ റെസിപ്പി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഞാനിന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് എക്ലേസ് ആണ്. ഇതെന്ത് സംഭവം എന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇവിടെ എല്ലാം പരീക്ഷണമാണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലാവശ്യമുള്ള സാധനങ്ങൾ: മൈദ, ബട്ടർ, 3 മുട്ട, ചോക്ലേറ്റ്, ഐസിങ് ഷുഗർ, ഉപ്പ്, വെള്ളം. ഇത്ര ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 3/4 കപ്പ് മൈദ, അതും കുറച്ച് ജാതിക്കപ്പൊടി എല്ലാം കൂടെ ഇടഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഇത് 1/2 കപ്പാണ്. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ജാതിക്കപ്പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞ് വയ്ക്കാം. ആദ്യം മിക്സ് ചെയ്യാം. ഒരു പാനിലേക്ക് ഇതിപ്പോൾ 1 കപ്പാണ്, ഇതിൽ 3/4 കപ്പ് വെള്ളം. ഇത് നമുക്ക് കുറച്ചിടാം. എനിക്ക് 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ് കിട്ടിയിരിക്കണേ. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പന്ത്രണ്ട് സ്പൂൺ ഇടേണ്ടി വരും. ഇത് 1/2 ടേബിൾ സ്പൂൺ ആപ്പ്. തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു മുട്ട അടിച്ചു വയ്ക്കാം. തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. തിള വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇത് പെട്ടെന്ന് ഇതിലേക്ക് ചേർക്കണം, ഈ അടഞ്ഞു വച്ചിരിക്കുന്ന മാവ്. ബട്ടറും വെള്ളവും കൂടെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് കട്ട കൂടാണ്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് അടുപ്പിൽ വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചു. ഇനി ഇതിലേക്ക് ഒരു മുട്ട പതപ്പിച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. അടുത്ത മുട്ടയും കൂടെ ചേർക്കാം. ബീറ്റ് ചെയ്യാം. രണ്ടാമത്തെ മുട്ട അടിച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. മൂന്നാമത്തെ മുട്ടയും നന്നായിട്ട് നമുക്ക് പതയ്ക്കാം. ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്.
ഇത് നന്നായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. മിക്സ് റെഡിയായി കഴിഞ്ഞു. നമുക്കത് ബേക്കിംഗ് ട്രേയിലേക്ക് വയ്ക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് തടവി അല്ലെങ്കിൽ കുറച്ച് മൈദ, നമുക്കിത് ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് ഡ്രോപ്പ് ആക്കിയിടാം. ഒരു ടേബിൾ സ്പൂണാണ്. ഞാൻ ഈ സാധനം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിനെ നമുക്ക് 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അടുത്ത് നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ചൂടാക്കാം. ഒരു 100 ഗ്രാംസ് ചോക്ലേറ്റ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക്, എടുത്തു വച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർക്കാം. നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ ചോക്ലേറ്റും ചെറിയ ചൂടുവെള്ളവും കൂടെയുള്ള ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വച്ചിരിക്കുന്ന കാര്യം മറക്കരുത്. നമുക്ക് ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫില്ലിംഗ് റെഡിയായി. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഐസിങ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഐസിങ് ഷുഗർ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, ടേബിൾ സ്പൂൺ ബട്ടർ, ഇതിലേക്ക് 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആക്കിയിട്ട് ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 3 കപ്പ് വെള്ളം, ഇതിലേ പോയിരിക്കാം, ഇതൊന്നും വന്നില്ല. 3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക്
ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാര ഇടാം. ഒരു കപ്പ് പാൽപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത മിക്സ് ഇതിലേക്ക് ഇടുവാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു. ഇതവിടെ നിന്നിട്ട് ബോയിലാവട്ടെ. ആ സമയം കൊണ്ട് ഒന്നും ആയില്ലത്, അതാവണില്ല. ആവണില്ലത്, ഇത്രയും സമയമായി, ഒന്നും ആയിട്ടില്ല. ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. ഇത് ഇടണതിന് മുമ്പ് കരിഞ്ഞു പോവോ? ഇടണതിന് മുമ്പ് കരിയോ? അതാവണില്ലല്ലോ ചേട്ടാ. ഗുലാബ് ജാമുൻ ഇതിനകത്തിടാം. ഇവിടെ ഗുലാബ് ജാമുൻ ബോൾസ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇടാം. കുറച്ചു നേരം കൂടെ അതൊന്ന് ഇതിനകത്തിരുന്നാവട്ടെ. ഗുലാബ് ജാമുൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം.
ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കി ഇതിൻ്റെ അകത്ത് ഈ ക്രീം ഫില്ലിങ് വെച്ചിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് സോസ് ഇതിലേക്ക് നമുക്ക് ഡ്രോപ്സ് ഒഴിക്കാം. നമ്മുടെ ചോക്ലേറ്റ് എക്ലൈസ് റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാം. സാധാരണ അത്രയും സന്തോഷം അല്ല. ഹാപ്പിയാണോ? ഇത്രയല്ല, ടൈം കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ബേക്കാൻ കുറച്ച് സമയം അധികം വേണ്ടി വന്നു. അപ്പോഴത്തേക്കും ടെൻഷനായിരുന്നു. ഗുലാബ് ജാമുൻ എങ്ങനെയുണ്ട്? ഗുലാബ് ജാമുൻ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. കാര്യം നിങ്ങൾ 5 പേരേ ഉള്ളൂ. 5 പേരുടെയും ഇന്നത്തെ പെർഫോമൻസിനാണ് മാർക്ക് ഇടുന്നത്. കാര്യം ഇപ്പം എല്ലാവരും ഈക്വൽസ് ആയിട്ട് നിൽക്കുവാണ്. എല്ലാവർക്കും ഒരു റെസിപ്പി തന്നെയാണല്ലോ സെയിം റെസിപ്പിയാണ് കൊടുക്കുന്നത്. ഇന്നാണ് നമ്മുടെ ഫൈനൽ ഡേ. നിങ്ങളിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ല നേരത്തെ എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതല്ല. നേരത്തെ ചെയ്തതുകൊണ്ടാണല്ലോ ഈ ഫൈനൽസ് വരെ എത്തിയത് അല്ലേ?